വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ക്യാബേജ് മപ്പാസാണ് ഞാൻ ഉണ്ടാക്കിയത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി എടുക്കാം. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കുക. കടുക് മുഴുവൻ പൊട്ടി കഴിഞ്ഞിട്ട് ഉലുവ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അടുത്തതായി സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയുമാണ് അതിലേക്ക് ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കാം. ഇനി അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായി കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതേമാതിരി ആയിക്കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. മപ്പാസിൽ മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കുരുമുളക് തരിതരിപ്പായി പൊടിച്ചത് ഇത്രയുമാണ് അതിലേക്ക് ഇട്ടുകൊടുത്തത്. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം ക്യാബേജ് ഇട്ടുകൊടുക്കുക. ക്യാബേജ് സ്ലൈസറിൽ കട്ട് ചെയ്തെടുക്കരുത്, തീരെ തിന്നായി പോവും. കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് തേങ്ങാപ്പാൽ വേണമെന്നുള്ളവർക്ക് അത് ഒഴിക്കാവുന്നതാണ്. അത് നല്ലതുപോലെ തിളച്ചു തുടങ്ങി. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. 8 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോഴേക്കും അത് പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നാം പാൽ എല്ലായിടത്തും എത്തണ്ടേ? ആ പാത്രം എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യാം. സ്വാദിഷ്ടമായ ക്യാബേജ് മപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണേ.